ടിപ്സ് ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുസ്തകങ്ങളും അവയുടെ കർത്താക്കളും കോഡിലൂടെ പാർട്ട് 4 ആണ്. പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകം എഴുതിയത് ഇബി ടൈലർ ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ബിപിൻ ചന്ദ്ര. മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ രാമചന്ദ്ര ഗുഹയുടേതാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ ഖുശ്വന്ത് സിംഗിൻ്റേതാണ്. ഗാന്ധി സെ പഹലെ ഗാന്ധി ഇക്ബാൽ ദുറാനി. ആരണ്യർ അധികാർ മഹാശ്വേതാദേവി. ഇതിൽ പ്രിമിറ്റീവ് കൾച്ചർ എടുക്കുകയാണെങ്കിലും നമ്മുടെ കൾച്ചറിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ ടച്ച് ചെയ്യുന്നത് ആരാണ്? ടൈലേഴ്സ് ആണല്ലേ, ടൈലേഴ്സ്. അപ്പോൾ ഇബി ടൈലർ എന്ന് കിട്ടും. പ്രിമിറ്റീവ് കൾച്ചർ ഇബി ടൈലർ എന്ന് കിട്ടും. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ബിപിൻ ചന്ദ്ര. അപ്പം സായുധ സമരം ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താണ്, വളരെ നമ്മുടെ മനസ്സിൽ വലിയ പ്രഷർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ, BP കൂട്ടുന്ന കാര്യമാണ്. എന്താണ്, ആയുധങ്ങൾ എടുക്കാറുണ്ട്, അരിവാള് പോലുള്ള ആയുധങ്ങളൊക്കെ ആണ് എടുക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ BP കൂടുന്നത് എന്ന് പറയുമ്പോൾ BP എന്ന് കിട്ടും, ബിപിൻ എന്ന് കിട്ടും. ഇനി ചന്ദ്രക്കലയുടെ സൈസിലുള്ള ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അരിവാള് പോലുള്ളതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ബിപിൻ ചന്ദ്ര എന്ന് കിട്ടും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ബിപിൻ ചന്ദ്ര. ഇനി മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ രാമചന്ദ്ര ഗുഹയുടേതാണ്. എങ്ങനെ ഓർത്തിരിക്കുക? നമ്മുടെ മോഡേൺ ഇന്ത്യയിലാണ് വിക്ഷേപിച്ചത്? ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അത് എന്ന് പറയുന്ന ഒരു ഗുഹയുടെ ഷേപ്പിലുള്ള ഒരു പേടകമൊക്കെ ആയിരുന്നു എന്ന് ഓർത്തിരിക്കാമല്ലോ. അപ്പം മോഡേൺ ഇന്ത്യയിലെ മേക്കേഴ്സാണ് ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അതൊരു ഗുഹ പോലുള്ള ഒരു പേടകമായിരുന്നു എന്നൊക്കെ ഓർത്തിരുന്ന രാമചന്ദ്ര ഗുഹ എന്ന് കിട്ടുമല്ലോ. ഇനി ട്രെയിൻ ടു പാകിസ്ഥാൻ ഖുശ്വന്ത് സിംഗിൻ്റേതാണ്. അപ്പം നമ്മൾ നാട് വിട്ട് പാകിസ്ഥാനിലോട്ട് പോവുകയാണെന്ന് കരുതുക. നമുക്കത് ഒരു ഖുഷിയായിട്ടുള്ള കാര്യമാണ്, സന്തോഷം തരുന്നതല്ലല്ലേ. അപ്പോൾ ട്രെയിൻ ടു പാകിസ്ഥാൻ ഖുശ്വന്ത് സിംഗ് എന്ന് കിട്ടും. ഇനി ഗാന്ധി സെ പഹലെ ഗാന്ധി ഇക്ബാൽ ദുറാനിയുടേതാണ്. ഗാന്ധി പോലുള്ള ഒരു ഗാന്ധി നമ്മുടെ മനസ്സിൽ മാത്രമല്ലേ കാണുള്ളൂ. ഇക്ബാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഖൽബ് എന്ന രീതിയിൽ ഒന്ന് ഓർത്തിരിക്കണേ, ഖൽബ് എന്ന്. അപ്പോൾ ഗാന്ധി സെ പഹലെ ഗാന്ധി ഇക്ബാൽ ദുറാനി. നമ്മുടെ ഖൽബിലാണ് എന്താണ്, ഗാന്ധിയെ പോലുള്ള ഒരാൾ ഉള്ളത് എന്ന് പറയും. അല്ലാതെ നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റില്ലല്ലേ, ഗാന്ധിയെ പോലെ ഒരു മനുഷ്യനെ നമ്മൾ വേറെ എങ്ങും കണ്ടിട്ടില്ലല്ലേ. ഇനി ആരണ്യർ അധികാർ മഹാശ്വേതാദേവി. ആരണ്യത്തിൽ അഥവാ കാട്ടിലെ മരം വെട്ടാൻ പോയ മരവെട്ടുകാരൻ്റെ മഴു കിട്ടിയ കഥ ഓർത്താൽ തന്നെ ആരണ്യത്തിലെ അധികാരം വനദേവതയ്ക്കാണ്, ദേവിക്കാണെന്ന് കിട്ടും. ആരണ്യർ അധികാർ മഹാശ്വേതാദേവി. അപ്പോൾ കോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.